മഞ്ചേശ്വരം മണ്ഡലത്തിൽ യുഡിഎഫ് വ്യാപകമായി കള്ളവോട്ടിന് നീക്കം നടത്തുന്നുവെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. വിഷയത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ സുതാര്യമായ തിരഞ്ഞെടുപ്പ് നടക്കില്ല എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമായപ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും UDF നേതൃത്വവും വ്യാപകമായ തോതിലുള്ള കള്ളവോട്ടുകൾക്കായി ഊർജിതമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശത്തു നിന്നുള്ള വോട്ടർമാർ അവരിവിടെ സ്ഥലത്തില്ലാത്തവരുടെ എല്ലാം സ്ലിപ്പുകൾ, ഒഫീഷ്യൽ സ്ലിപ്പുകൾ മുസ്ലിം ലീഗിൻ്റെ BLOമാർ വഴി അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 25ഓളം ബൂത്തുകളിൽ മുസ്ലിം ലീഗിന് മാത്രം നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള 25ഓളം ബൂത്തുകളിൽ അത്തരം വിദേശത്തുള്ളവരുടെ വോട്ടുകൾ മറ്റാളുകളെ കൊണ്ട് ഇവിടെ കള്ളവോട്ട് ചെയ്യിക്കാനുള്ള വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പിലും അവരത് പരീക്ഷിക്കുന്നതാണ്. ഇത്തവണ മംഗൽപാടി പഞ്ചായത്തിലെ 74, 77, 75, 78, 114, 116, 80, 81, 85, 89, 90, 98 ബൂത്തുകളിലും, കുമ്പള പഞ്ചായത്തിലെ 181, 182, 179, 183, 184, 185 ബൂത്തുകളിലും, മഞ്ചേശ്വരം പഞ്ചായത്തിലെ 4, 8, 12, 13, 16, 18 ബൂത്തുകളിലും, ഒർക്കാടി പഞ്ചായത്തിലെ 34, 35, 36, 45, 47, 43, 42, 38 ഈ ബൂത്തുകളിലും വ്യാപകമായ തോതിൽ BLOമാരെ ഉപയോഗിച്ചുകൊണ്ട് അവർ സ്ലിപ്പുകൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആവശ്യമായ കള്ളവോട്ടിടാൻ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടും, കാരണം അതിവിടെ നല്ല ശതമാനം സ്ത്രീകൾ മുഖം മറച്ചുകൊണ്ടാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത്. ആ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി വ്യാപകമായ കള്ളവോട്ടുകൾ ചെയ്യാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് ലീഗ് നടത്തുന്നത്. MLA നേരിട്ടാണ് അത്തരം പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പേ ഞങ്ങൾ സെൻസിറ്റീവ് ബൂത്തുകളുടെ ലിസ്റ്റ് നേരത്തെ തന്നെ കൊടുത്തതാണ്. ആ സെൻസിറ്റീവ് ബൂത്തുകളിലെല്ലാം നല്ല നിലയിലുള്ള പോലീസ് വിന്യാസം, അതുപോലെ അർദ്ധസൈനികരുടെ വിന്യാസം ഉറപ്പുവരുത്തണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്.